ഹേയ് ഗൈസ്, അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം പിന്നും സ്കൂൾ തുറന്നു. 2 മാസമായി അലാറം അടിക്കാതിരുന്ന എൻ്റെ ഫോൺ പിന്നും അലാറം അടിച്ചു തുടങ്ങി. 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നും 5 മണി കണ്ടു തുടങ്ങാൻ പോകുന്നു. ഒരു സ്കൂൾ തുറക്കുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രമല്ല സ്കൂൾ തുറക്കുന്ന, വീട്ടിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാത്ത അമ്മമാർക്ക് കൂടെയാണ് സ്കൂൾ തുറക്കുന്ന കാര്യം. സ്കൂൾ അവധിയായാൽ അവർക്ക് തോന്നുമ്പോൾ എണീറ്റാൽ മതി. ഞാനും തിങ്കളും നോർമലി എണീറ്റ് വരുന്നത് തന്നെ 8:30 മണിക്കാണ്. അപ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, സ്നാക്സ് ഒരുക്കണം, വാട്ടർ ബോട്ടിൽ, യൂണിഫോം തയ്ക്കണം. ഓ മൈ ഗോഡ്, തിരക്കോട് തിരക്ക്. നാളെ മുതൽ 7 മണിക്ക് മുന്നേ തന്നെ എല്ലാം സെറ്റാക്കണം. കാരണം 7 മണിയാകുമ്പോൾ സ്കൂൾ ബസ് വരും. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കൊണ്ടാകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ ഉടനെ തന്നെ അപ്പമൊക്കെ ചുട്ട് ചോറൊക്കെ വെച്ചു. അതിനുശേഷം ഇന്ന് തോരനാണ്, ബീട്രൂട്ട് തോരൻ. ശരിക്കും പറഞ്ഞാൽ തിങ്കളുടെ ഫേവറേറ്റ് എനിക്ക് എന്താണെന്ന് അറിയില്ല. കാരണം അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൽ ഫേവറേറ്റ് ഇല്ല. അവൾ ഒരു ഫേവറേറ്റ് ഐറ്റം മാത്രമേ എനിക്കറിയാം, അത് ഐസ്ക്രീമാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫേവറേറ്റ് ഐറ്റം എന്ന് പറയാൻ തിങ്കളിനില്ല. പിന്നെ ഞാൻ ഇന്ന് പരിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ അല്ലേ, പിന്നെ കുറച്ച് കറിയായിട്ട് പരിപ്പ് കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് തോരനൊക്കെ സെറ്റായി. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ചെങ്കലവ മീനായിരുന്നു. അതിൽ ഒരു മീനെടുത്ത് അവൾക്ക് ഇന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ തിങ്കളിന്ന് സ്കൂളിൽ പോകാൻ നല്ല ഉത്സാഹമാണ്. സാധാരണ അവൾക്ക് രാവിലെ എണീറ്റിട്ട് എനിക്കിത് പോകണ്ടമ്മ എന്ന് പറഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നല്ല ഉത്സാഹമാണ്. കാര്യം 2 മാസങ്ങൾക്ക് ശേഷമല്ലേ കൂട്ടുകാരെയൊക്കെ കാണണം. പിന്നെ പുതിയ ഡ്രസ്സും പുതിയ ബാഗും പുതിയ ചെരുപ്പും ഒക്കെ കൂട്ടുകാരെയൊക്കെ കാണിക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്കും നമ്മുടെ കുട്ടിക്കാരെ ഇതൊക്കെ കാണുമ്പോൾ മിസ് ചെയ്യില്ലേ. നമ്മളും ഇങ്ങനെയായിരുന്നെന്ന് ഓർമ്മ വരും. ഈ ഡ്രസ്സ് ഞാൻ തിങ്കളുടെ ബർത്ത്ഡേക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ സെറ്റാക്കി. ആ ചേട്ടിയുടെ മുഖത്ത് ചെറിയ വിഷമമുണ്ട്.